നമ്മുടെ ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. അപ്പോൾ അതാണ് നമുക്കിവിടെ നിന്നിപ്പോൾ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞതിൽ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡിസിഷൻ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താണ് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, ഒരുപാട് നമുക്ക് തന്ത്രങ്ങൾ, അത് സ്ട്രാറ്റജീസ് ഒരുപാടെണ്ണം ഉണ്ടാവും. അതിന് ഒരുപാട് എന്താണ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ പല സ്ട്രാറ്റജീസിൽ പല ഓൾട്ടർനേറ്റീവ്സിൽ ഏതാണ് നമ്മുടെ ബെസ്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിസിഷൻ തിയറി നമ്മൾ എന്ത് ചെയ്യുക എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഡിസിഷൻസ് മേ ബി എന്തൊക്കെയാണ്, അത് ടാക്റ്റിക്കൽ ആവാം, അതുപോലെ എന്താണ് സ്ട്രാറ്റജിക്കൽ ആവാം. അപ്പോൾ ടാക്റ്റിക്കലും എന്താണ്, ടാക്റ്റിക്കലും സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ രണ്ടും ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാൻ തന്ത്രങ്ങൾ എന്നാണ്, ടാക്ടിക്സിനും അതാ പറയുക, സ്ട്രാറ്റജിക്കും അതാ പറയുക. അപ്പോൾ ടാക്ടിക്സ് എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ആണ്, കുറച്ചും കൂടി എന്താണ് ഷോർട്ട് റൺ തന്ത്രങ്ങളെയാണ് ടാക്റ്റിക്കൽ എന്ന് പറയുക. സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ എന്താണ് ലോങ് ടേം, അതായത് കുറച്ചും കൂടി ദീർഘകാലത്തേക്ക് നമ്മൾ എടുക്കുന്ന തന്ത്രങ്ങളെയാണ് സ്ട്രാറ്റജി എന്ന് പറയാന്നുള്ളതാണ്. പിന്നെ റൈറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. അപ്പം എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ വേരിയസ് സ്റ്റേജസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതാണ്. ഇതൊക്കെ തിയറി ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 2 തരം ടേബിൾ ഉണ്ട്, ഒന്ന് റിഗ്രറ്റ് ടേബിളും ഒന്ന് പേ ഓഫ് ടേബിളും. നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റുകളുടെ, അതായത് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ടേബിളിനെയാണ് എന്ത് പറയുക, പേ ഓഫ് ടേബിൾ. ഈ നമുക്കുണ്ടാകുന്ന ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയും, അതിനെയാണ് എന്ത് പറയുക, റിഗ്രറ്റ് ടേബിൾ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ പേ ഓഫ് ടേബിളും റിഗ്രറ്റ് ടേബിളും, അപ്പോൾ ഇതിലിങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു പേ ഓഫ് ടേബിളാണ്. അപ്പോൾ പേ ഓഫ് ടേബിൾ എന്നാണ്, അതൊരു മെട്രിക്സ് ആണ്. മെട്രിക്സ് വെച്ചാൽ നമ്മൾ തേർഡ് സെമ്മിൽ കണ്ടതാണ്. അതായത് ഇപ്പോൾ ഒരു ടേബിൾ ഇങ്ങനെ വരച്ചിട്ട് ഈ ഒരു രീതിയിൽ ആണെന്നുണ്ടാവുക, ഒരു മെട്രിക്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ എന്താണ്, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതിലാണ് മാക്സിമം നമുക്ക് ഈ പറയുന്ന എന്ത് കിട്ടുക, പേ ഓഫ്. അപ്പോൾ 3 ഓൾട്ടർനേറ്റീവ്സ്, 3 എന്തുണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഏറ്റവും മാക്സിമം പേ ഓഫ് എന്തിനാണ് കിട്ടുക എന്നുള്ളതാണ്. പിന്നെയാണ് എന്ത് റിഗ്രറ്റ് അല്ലെങ്കിൽ എന്താണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളാണിത്. റിഗ്രറ്റ് ടേബിൾ അല്ലെങ്കിൽ എന്താണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു താഴത്തായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഓരോന്നിനും എന്താണ് പല തരത്തിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുക. എന്താണ് പ്രിപ്പയറിങ് റിഗ്രറ്റ് ടേബിൾ ഫ്രം പേ ഓഫ് ടേബിൾ. അപ്പോൾ ഈ ഒരു കണക്കിലായിരുന്നു നമ്മൾ തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്, എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ റിഗ്രറ്റ് ടേബിൾ, പേ ഓഫ് ടേബിൾ തന്നിട്ട്, അതായത് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പല സ്ട്രാറ്റജീസ് എടുക്കുന്നുണ്ട്, അതിന് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, പല ഇവൻറ്റുകളാണ്, അതിന് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിന് എന്താണ് നമ്മളത് ഒരു പേ ഓഫ് ടേബിൾ തന്നിട്ട് റിഗ്രറ്റ് ടേബിൾ കണ്ടെത്താനുള്ള, അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിലായിരുന്നു അല്ലേ, നമ്മളൊന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർമ്മയില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട് സാറേ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിവിടെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പേ ഓഫ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേ ഓഫ് ടേബിൾ നോക്കിയിട്ട് നമ്മളോട് റിഗ്രറ്റ് ടേബിൾ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ റിഗ്രറ്റ് ടേബിളും പേ ഓഫ് ടേബിളും ഞാൻ പറഞ്ഞു. പേ ഓഫ്, അതായത് പേ ഓഫിൽ എന്താണ് ആ പി എന്നെ നമ്മൾ എന്താണ് എടുക്കുകയാണെങ്കിൽ അത് പ്രോഫിറ്റുമായിട്ട് നമുക്കുണ്ടാകുന്ന ഏണിങ്സ്, അതായത് നമ്മളിപ്പോൾ പേ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏണിങ്സ് റിട്ടേണിനെയാണ് പേ ഓഫ് എന്ന് പറയുക. റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി ലോസ് ആണ്. അതെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ലൊരു എന്താണ് ഒന്നിന് ബദലായിട്ട് ഒന്ന് എടുക്കുന്ന നേരത്ത് നമുക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി ലോസ് ആണ് ഈ പറയുന്ന റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ 3 ഇവൻറ്റുകൾ, ഇവൻറ്റ് 1, ഇവൻറ്റ് 2, ഇവൻറ്റ് 3 എന്ന് പറയുന്ന 3 ഇവൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് 3 ഓൾട്ടർനേറ്റീവുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവൻറ്റ് 1, ഇവൻറ്റ് 2, ഇവൻറ്റ് 3 അതിൻ്റെ 3 ഓൾട്ടർനേറ്റീവ്സ് നോക്കുക. ഈ 3 ഓൾട്ടർനേറ്റീവ്സ്, അപ്പോൾ ഇവൻറ്റ് 1-ലുള്ളതിൽ ഏറ്റവും വലിയ ഓൾട്ടർനേറ്റീവ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം.
ഇവൻറ്റ് 2-ലുള്ളത് ഏറ്റവും വലിയ ഓൾട്ടർനേറ്റീവ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവൻറ്റ് 3-ലുള്ളത് ഏറ്റവും വലിയ ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ തന്നെ എന്തായി, പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ റിഗ്രറ്റ് ടേബിൾ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇവൻറ്റ് 3 ഇവൻറ്റ് എഴുതുക. 1 2 3 ഓൾട്ടർനേറ്റീവ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് 1 2 3 എന്നിങ്ങനെ എഴുതുക. അപ്പോൾ ഈ ഇതാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ ഈ ഏറ്റവും വലുത് നിന്ന് ഓരോന്നും മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം 156 ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ 156-ന്ന് 156 തന്നെ മൈനസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തേതിൽ 0 വന്ന് 156-ൽ നിന്ന് 153 മൈനസ് ചെയ്യുക. ഇതിൽ 3 വന്ന് 156-ന്ന് 150 മൈനസ് ചെയ്യുക. ഇതിൽ 6 വന്ന്. ഇതിൽ 158 നമ്മൾ സെലക്ട് ചെയ്തത്. 158-ൽ നിന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 158-ൽ നിന്ന് 156 അത് 2 വരും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 158-ന്ന് 158, 158-ന്ന് 155, 3 0 ഇവിടെ എന്താണ് 3. ഇനി എന്താണ് 160-ൽ നിന്ന്, ഇവിടെ 160 ഏറ്റവും വലുത്. അപ്പോൾ ഈ ഇവൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കേണ്ടത്. 160 എന്താണ്, അതിൽ നിന്ന് 156, 158, 160. അപ്പോൾ അതിൽ 4 2 0, അങ്ങനെ 4 2 0. അങ്ങനെയാണ് എന്ത് ചെയ്താൽ നമ്മൾ പേ ഓഫ് ടേബിളിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ നമ്മൾ അങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഒരു റിഗ്രറ്റ് ടേബിളിൽ നിന്ന് നമ്മളോട് പേ ഓഫ് ടേബിൾ കൺസിഡർ അല്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നമ്മളടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് കണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെന്താണ് അത് കഴിഞ്ഞിട്ട് അതിൽ നീ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ നമുക്ക് പറയാനുണ്ടോ എന്തെങ്കിലും? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ? ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഒന്ന് പറയൂ. അതായത് നമുക്ക് ഒരു പേ ഓഫ് ടേബിൾ തന്നിട്ട്, പേ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനം. നമ്മളിപ്പോൾ പല ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റാണ്. റിട്ടേൺ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രോഫിറ്റാണ് ഈ പറയുന്ന പേ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഈ പറയുന്ന റിഗ്രറ്റ് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഗ്രറ്റ് എന്താണെന്ന് വെച്ചാൽ ലോസ് ആണ്. റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ആണ്. അപ്പോൾ ഈ പേ ഓഫിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ലോസിൻ്റെ ടേബിൾ അത് രണ്ടും രണ്ടാണ്. അപ്പോൾ ലോസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസിഷൻസ് എടുക്കാം. അതുകൂടാതെ റിട്ടേൺ അറ്റ് മാക്സിമം നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ പേ ഓഫ് ടേബിളിൽ നിന്ന് ലോസിൻ്റെ ടേബിളായിട്ടുള്ള റിഗ്രറ്റ് ടേബിൾ തയ്യാറാക്കാനാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് തരിക ക്വസ്റ്റ്യനിൽ, ഇങ്ങനെ താഴത്തേക്കായിട്ട്. അതായത് ഇപ്പോൾ ചിലപ്പോൾ എന്ന് തരും, ചിലപ്പോൾ എസ് എന്ന് തരും. ഇപ്പോൾ എന്നാണ് ഇവൻ്റാണ്, എസ് എന്നാണ് സ്ട്രാറ്റജീസാണ്. അങ്ങനെ ഓരോ ഇവൻറ്റോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയോ ഇത് ഓരോ ഓൾട്ടർനേറ്റീവുകളാണ്. അങ്ങനെ തരുമ്പോൾ നിങ്ങൾ ഈ ഇവൻറ്റിന് നേരെ വരുന്ന ഓരോ നമ്പറും നോക്കുക, അതിലേറ്റവും വലുത് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഇവൻറ്റ് ഓരോ നമ്പറും നോക്കുക, അതിലേറ്റവും വലുത് സെലക്ട് ചെയ്യുക. മൂന്നാമത്തേതിൽ ഓരോന്ന് നോക്കുക, അതിലേറ്റവും എന്ത് ചെയ്യുക, വലുത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു റോ, അതായത് 156, 153, 150 അല്ലേ, 156, 153, 150 ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 156. അപ്പോൾ 156 മൈനസ് 156 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക. ഇതിലെന്താണ് 156 മൈനസ് 153 അല്ലേ, അത് മൈനസ് ചെയ്താൽ ഇവിടെ 3 വരും. ഇവിടെ 156 മൈനസ് 150 6. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യുക, അത് ഓരോന്ന് ചെയ്ത്. അപ്പോൾ 0 3 6. അടുത്തത് E2 ആണ്. അതെന്താണ് 156, 158, 155. അപ്പോൾ അതിൽ ഏറ്റവും വലുത് 158. അപ്പോൾ എന്താണ് ഇത് ഓരോന്നും എന്താണ് 158-ൽ നിന്ന് 156 കുറയ്ക്കുക, 2 കിട്ടും. 158-ൽ നിന്ന് 158 കുറയ്ക്കുക, കാര്യം ആ ഒരു നമ്പറിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും വലുതാണെങ്കിലും അതിൽ കുറയ്ക്കണം. അപ്പോൾ 0 കിട്ടും. 155 അവസാനത്തത്. 158-ന് 155 കുറയ്ക്കുക, 3 കിട്ടും. താഴത്ത് നിന്നാണ് 160. അപ്പോൾ 160-ൽ നിന്ന് 156 കുറയ്ക്കുക 4, 160-ൽ നിന്ന് 158 കുറയ്ക്കുക 2,
160 നിന്ന് 160 കുറയ്ക്കുക 0. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പേ ഓഫ് ടേബിളിൽ നിന്ന് എന്ത് കിട്ടുന്നത്, ഈ ഒരു റിഗ്രറ്റ് ടേബിൾ, അതായത് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു റിഗ്രറ്റ് ടേബിൾ കിട്ടുന്നത്. അപ്പോൾ ഈ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പേ ഓഫ് ടേബിൾ യൂസ് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ഈ 156 എങ്ങനെ കിട്ടി, ഇതിൽ ഏറ്റവും വലുത്, അതായത് ഇങ്ങനെ റോ വെച്ച് നോക്കണ നേരത്തെ ഏറ്റവും വലുത് 158, ഈ റോ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുത് 160, ഈ റോ വെച്ച് ഇവിടെ അല്ല 160 ആയിട്ടാണ് ഓരോന്നും മൈനസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പേ ഓഫ് ടേബിൾ യൂസ് ചെയ്തിട്ട് എന്ത് തയ്യാറാക്കുക, നമ്മുടെ റിഗ്രറ്റ് ടേബിൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ തയ്യാറാക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് 2 തരത്തിലാണ്. ചിലത് കാര്യങ്ങൾ നമുക്ക് സേർട്ടൺ ആയിട്ട് അറിയും, ചില കാര്യങ്ങൾ അൺസേർട്ടൺ ആയിരിക്കും. അപ്പോൾ സേർട്ടൺ ആയിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ഇന്ന ബിസിനസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന റിട്ടേൺ കിട്ടും എന്നുള്ളത് ഒരു സേർട്ടനിറ്റി ഉണ്ടാവും. നിലവിലെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. ചില കാര്യങ്ങൾ എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാവുകയില്ല, അപ്പോൾ അൺസേർട്ടനും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സേർട്ടനിറ്റി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസേർട്ടനിറ്റി ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യത്തിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ്, ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സേർട്ടനിറ്റി അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ സേർട്ടനിറ്റി വരുന്നുണ്ട്, അൺസേർട്ടനിറ്റി വരുന്നുണ്ട്, റിസ്ക് വരുന്നുണ്ട്. അപ്പോൾ അത് 3 നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കണക്കുകളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സേർട്ടനിറ്റി വരുന്നുണ്ട്, അൺസേർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിയറി നമ്മൾ തന്നതാണ്. അപ്പോൾ ഈ certainty എന്ന് പറയുമ്പോൾ in this case the decision maker knows with certainty the consequences of every alternative choice. അതായത് ഡിസിഷൻ മേക്കർക്ക് എല്ലാ ഓൾട്ടർനേറ്റീവ് ചോയ്സിനെ കുറിച്ചും അറിയുമെന്നുള്ളതാണ്. ഇനി അൺസർട്ടനിറ്റി എന്ന് പറ്റി പറയുകയാണെങ്കിൽ when a decision maker faces multiple states of nature and has no means to determine probability. അതായത് കൃത്യമായിട്ടും പല സ്റ്റേറ്റ് ഓഫ് നേച്ചർ അറിയാം, പലതരത്തിലുള്ള ഔട്ട്കം വരാൻ പോകുന്നതെന്ന് അറിയാം. പക്ഷെ അതിൻ്റെ ഒന്നും ഔട്ട്കം, അതായത് അതിൻ്റെ അത് ഏതാണ് വരുന്നതെന്ന് കൃത്യമായിട്ടും പറയാൻ പറ്റില്ല. ഒരു ബിസിനസ് തുടങ്ങാം, നമുക്ക് പലതരത്തിലുള്ള പ്രോഫിറ്റ് പലതരത്തിൽ വരുന്നുള്ള ഒരു ധാരണ ഉണ്ടെന്നല്ലാതെ അതിൽ എത്ര വരും എന്നുള്ളത് ഉറപ്പില്ലെങ്കിലാണ് അൺസർട്ടനിറ്റി വരിക. അപ്പോൾ അൺസർട്ടനിറ്റി വരുന്ന നേരത്ത് നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മാക്സിമാക്സ് ക്രൈറ്റീരിയ, മിനി മാക്സ് ക്രൈറ്റീരിയ, മാക്സി മിൻ ക്രൈറ്റീരിയ, ലാപ്ലേസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ 4 ക്രൈറ്റീരിയ ഉണ്ട്. ഈ 4 ക്രൈറ്റീരിയ ഇതിൽ വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് ക്രൈറ്റീരിയ അവൈലബിൾ അണ്ടർ അൺസർട്ടനിറ്റി ആണ്. അപ്പോൾ നമ്മൾ അപ്പോഴാണല്ലോ ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ സേർട്ടൺ ആയിട്ട് നമുക്കറിയാം, പിന്നെ ഇതിൽ ബിസിനസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര പ്രോഫിറ്റ് കിട്ടും, ഇതിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അൺസർട്ടനിറ്റി വരുമ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ചില ക്രൈറ്റീരിയകളാണ്. ഒന്ന് മാക്സി മാക്സ്, മാക്സ് ഈ മാക്സ്. അടുത്ത മിനി, ഈ മാക്സ് തന്നെ താഴെ വരുന്നത് മാക്സ്. അടുത്ത മാക്സി മിൻ. അടുത്ത ലാപ്ലേസ് ക്രൈറ്റീരിയ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ക്രൈറ്റീരിയ ഓഫ് ഈക്വൽ ലൈക്ലിഹുഡ്, അങ്ങനെ ഓരോന്നായിട്ടാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും ആദ്യം മാക്സി മാക്സ് ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ മാക്സി മാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ ട്രീയിൽ ഈ നമ്മൾ ഏത് ടേബിളാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേ ഓഫ് ടേബിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 തരം ടേബിൾ വരും. പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ കാണിക്കുന്ന പേ ഓഫ് ടേബിള്, ഓപ്പർച്യൂണിറ്റി കാണിക്കുന്ന റിഗ്രറ്റ് ടേബിളും തരും. അപ്പോൾ ഇതിൽ നമ്മൾ റിഗ്രറ്റ് ടേബിൾ അല്ല എടുക്കേണ്ടത്, പേ ഓഫ് ടേബിളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എടുക്കേണ്ടത്. റിഗ്രറ്റ് ടേബിൾ അല്ല എടുക്കേണ്ടത്. അപ്പോൾ പേ ഓഫ് ടേബിളാണ് എടുക്കേണ്ടത്. ഈ പേ ഓഫ് ടേബിൾ നോക്കിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പേ ഓഫ് ടേബിൾ നോക്കിയിട്ട് നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെ എന്തെടുക്കുക, മാക്സിമം, ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെ മാക്സിമം എടുക്കുക. അപ്പോൾ അതായത് ഓൾട്ടർനേറ്റീവ് 1, 2, 3. അപ്പോൾ അതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 220, 160, 140. അപ്പോൾ 220 ഏറ്റവും വലുത്. ഇതിൽ നോക്കിയാൽ 190 ഏറ്റവും വലുത്. ഇതിൽ നോക്കിയാൽ 200 ഏറ്റവും വലുത്. അപ്പോൾ അതിൽ A1, A2, A3 അങ്ങനെ എടുത്ത്, അപ്പോൾ A1-ൻ്റെത് ഓൾട്ടർനേറ്റീവ് 1-ൻ്റെ ഏറ്റവും വലുത് 220. A2-ൻ്റെത് ഏറ്റവും വലുത് 190. A3-ൻ്റെത് ഏറ്റവും വലുത് 200. അതായത് ഈ ഓൾട്ടർനേറ്റീവിൻ്റെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്നുകൂടി പറയാണ്,
അപ്പം എന്താണ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ്, ഈ ഒരു ഓൾട്ടർനേറ്റീവ്, ഈ ഒരു ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഇതിലേറ്റവും വലുത് 220, ഇതിലേറ്റവും വലുത് 190, ഇതിലേറ്റവും വലുത് 200. അങ്ങനെ എടുത്തിട്ട് ഇതിലേറ്റവും വലുത് എടുക്കുക. അതാണ് നമ്മുടെ ഐഡിയൽ എന്ത് സ്ട്രാറ്റജി, അതേമാതിരി ഐഡിയൽ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ നമ്മൾ ഒരു കൃത്യമായിട്ടൊരു എന്താണ് സേർട്ടൺ അല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാക്സിമാക്സ് ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ക്രൈറ്റീരിയ ഓഫ് മാക്സിമാക്സ് അല്ലേ, അതിൻ്റെ പേര് ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസ് ആണ്. അപ്പോൾ അതിൽ പേ ഓഫ് ടേബിൾ നോക്കുക. പേ ഓഫ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്, നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഡിസിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവ് നോക്കി ഏറ്റവും വലുത് ഏതാണോ അത് എടുക്കുക. അപ്പോൾ A1 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. മാക്സിമം ഓഫ് ദീസ് മാക്സിമൈസ് 220. പറഞ്ഞത് ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? അതായത് ഈ ഒരു ക്രൈറ്റീരിയൻ്റെ പേര് ഒന്ന് വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. അത് മാക്സിമാക്സ് ആണ്. മാക്സിമാക്സ് എന്ന് വെച്ചാൽ മാക്സിമം എമംഗ് മാക്സിമം ആണ്. മാക്സിമം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ ഉള്ളതിൽ ഏറ്റവും വലുതെടുക്കുക. അതിൽ നമ്മൾ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ് 3 തരും, ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ തരും. മാക്സിമാക്സ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഇതിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സ്ട്രാറ്റജീസിലും ഈ ഓൾട്ടർനേറ്റീവ്സിലും ഏറ്റവും എന്താണ്, ആദ്യം ഓൾട്ടർനേറ്റീവ്സിൽ, ഈ ഓൾട്ടർനേറ്റീവ്സിൽ എന്ത് ചെയ്യുക, ഇതിലിപ്പോൾ 220 ഉണ്ട് അല്ലേ, നമ്മൾ എന്താ ഒന്നുകൂടി ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണില്ലേ, ഇവിടെ 220 കാണുന്നുണ്ട്, ഇവിടെ 160 കാണുന്നുണ്ട്, ഇവിടെ 140. ഇനി അടുത്ത ഓൾട്ടർനേറ്റീവ് നോക്കുക, അത് 180, 190, 170. അപ്പോൾ അടുത്ത എന്താണ് 100, 180, 200. അപ്പോൾ ഇതിലേതാ വലുത് 220, ഇതിലേതാ വലുത് 190, ഇതിലേതാ വലുത് 200. അങ്ങനെ ഓരോന്ന് എഴുതി വെക്കുക. അതായത് A1, A2, A3. A1 220 ആണ്. അത് കഴിഞ്ഞിട്ട് A2 വരുന്നത് എത്രയാണ്, അത് 190 ആണ്. A3 200 ആണ്. ഇതിൽ ഏറ്റവും വലുത് ഏതാ, A1. അത് സെലക്ട് ചെയ്യലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? നോക്കുക. മാക്സിമാക്സ് അതാണ്. ഇനി അടുത്ത എന്താണ്, മിനി മാക്സ് ആണ്. അപ്പോൾ മിനി മാക്സ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചുള്ള തിയറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് വെറുതെ വായിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണ് നമ്മളിവിടെ നോക്കുന്നത്, എന്താണ് ഇവിടെ ലോസ് ടേബിളാണ് ഇവിടെ കരുതുക. അപ്പോൾ നേരത്തെ മാക്സിമാക്സിൽ നമ്മൾ ഏത് ടേബിളാണ് ക്വസ്റ്റ്യനിൽ തരിക എന്ന് വെച്ചാൽ പേ ഓഫ് ടേബിളാണ്, പ്രോഫിറ്റിൻ്റെ പേ ഓഫ് ടേബിളാണ് തരിക. പക്ഷെ ഇവിടെ പേ ഓഫ് ടേബിൾ അല്ല, ലോസിൻ്റെ റിഗ്രറ്റ് ടേബിളാണ് തരിക. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് മിനി മാക്സ് ആണ്, മിനി മാക്സ്. അപ്പോൾ മിനി മാക്സ് എടുക്കുന്ന നേരത്ത് നമ്മൾ ആദ്യം എന്ത് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ 3 സ്ട്രാറ്റജി ഉണ്ട്. ആ 3 എണ്ണത്തിൽ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ്, അതായത് ഇങ്ങനെയുള്ള കോളം ഉണ്ടല്ലോ, A1 എന്ന് അതിന് കൊടുക്കുക. ആദ്യ കോളം നോക്കുക. ആദ്യ കോളത്തിൽ ഏറ്റവും വലുത് ഏതാ, 18. അപ്പോൾ A1 ഏറ്റവും വലുത് ഏതാ, 18. ഇനി A2 നോക്കുക. A2 ഏറ്റവും വലുത് ഏതാ, A2 ഏറ്റവും വലുത് 14. ഇനി A3 ഏതാ, A3 ഏറ്റവും വലുത് 10. അപ്പോൾ നേരത്തെ മാക്സിമാക്സ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും, ഈ എല്ലാ വലുതും കൊടുത്തതിൽ ഏറ്റവും വലുതായിട്ടുള്ള A1 18 ഉള്ള എടുക്കും. പക്ഷെ ഇവിടെ അതല്ല എടുക്കേണ്ടത്. ഇവിടെ ഏത് എടുക്കണം എന്ന് വെച്ചാൽ ആദ്യം മാക്സിമം ഒക്കെ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും ചെറുതെടുക്കുക. ആദ്യം ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും ഏറ്റവും വലുതായിട്ടുള്ള മാക്സിമം നമ്പേഴ്സ് എടുത്ത് വെക്കുക. A1-ൻ്റെത് 18, A2-ൻ്റെത് 14, A3-ൻ്റെത് 10. എന്നിട്ട് അതിൽ ഏറ്റവും ചെറുത് ഏതാ, 10. അപ്പോൾ A3 ആണ് നമ്മൾ മിനി മാക്സ്, മിൻ മാക്സ് അല്ലേ, മിനി മാക്സ് മിനി മാക്സ്, മിന്നല്ല മിനി മാക്സ്. അപ്പോൾ മിനി മാക്സ് ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ടേബിളാണ് നോക്കുക, ലോസിൻ്റെ ടേബിളാണ് നോക്കുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, അതിൽ ഓരോന്നും വലുത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ ചെറുത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? മാക്സിമൈസ് പ്രോഫിറ്റ് അല്ലേ വരാൻ? മാക്സിമാക്സ് പ്രോഫിറ്റ് ആണ് വരിക. മാക്സിമാക്സ് ഈ ഒരു സാറേ
കേൾക്കുന്നു. മിനിമാക്സ് മിനി മാക്സിൽ മിനിമാക്സിലോ? നമ്മൾ ലോസിൻ്റെ ആ ടേബിളാണ് കൊടുക്കുക. മിനി മാക്സിൽ ലോസിൻ്റെ ടേബിളാണ് കൊടുക്കുക. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോൾ അതൊന്ന് നോക്കുക. കാര്യം അതെന്താ, മറ്റേത് പ്രോഫിറ്റ് മാക്സി മാക്സിൽ മാക്സിമൈസ്. പ്രോഫിറ്റ് ആണ്, മിനി ഓക്കെ മാക്സിൽ ലോസിൻ്റെ ടേബിളാണ്. ഇനി അടുത്തൊരു ക്രൈറ്റീരിയ ആണ് എന്ത്, മാക്സി ഓക്കെ സാർ, മിൻ ക്ലിയർ. ക്രൈറ്റീരിയ. ഓക്കെ, മാക്സി മിൻ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ മാക്സി മിൻ ക്രൈറ്റീരിയയിൽ നമുക്ക് കൊടുക്കുക, ഇതും പ്രോഫിറ്റിൻ്റെ ടേബിളാണ്, പേ ഓഫ് ടേബിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തേൽ നമ്മൾ പറഞ്ഞത് മാക്സിൽ പേ ഓഫ് ടേബിളാണ്, രണ്ടാമത്തേത് മിനി മാക്സിൽ റിഗ്രറ്റ് ടേബിളാണ്, മൂന്നാമത്തേതിൽ മാക്സി മിന്നിൽ വരുന്നത് ഏതാണ്, പേ ഓഫ് ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേൽ പേ ഓഫ്, രണ്ടാമത്തേൽ റിഗ്രറ്റ്, മൂന്നാമത്തേൽ പേ ഓഫ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യകൾ എടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ A1 കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ഓൾട്ടർനേറ്റീവ്സ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നമ്മൾ എന്താണ്, ഓൾട്ടർനേറ്റീവ്സ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് എടുക്കുന്ന നേരത്ത് ആദ്യം എന്ത് ചെയ്യുക, A1 കൺസിഡർ ചെയ്യുക. അപ്പോൾ A1 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് സംഖ്യകൾ ഉണ്ടെങ്കിൽ അതിലിപ്പോൾ -100ഉം -2 ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ -100ആണ് അല്ലേ. ഇപ്പോൾ 2ഉം 100ഉം പോസിറ്റീവ് സംഖ്യകളാകുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ 100 ആണെങ്കിൽ, -2ഉം -100ഉം വരികയാണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ -100 അറിയാം. അപ്പോൾ അതുകൊണ്ട് -80, -30, 30, 75 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. അപ്പോൾ അത് -80. ഇനി അടുത്തത് എന്താണ്, A2ൽ -60, -10, 15, 80, അതിൽ ഏറ്റവും ചെറുത് ഏതാ, -60. ഇനി A3ൽ -20, -2, അതിൽ ഏറ്റവും ചെറുത് -20. ഈ ഏറ്റവും എന്താണ് ചെറുത്, അപ്പോൾ A1ൻ്റെത്, A1 നമ്മളെന്താണ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, A1, A2, A3. A1 -80 A2 -60 A3 -20. അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിൽ മാക്സിമം എടുക്കുക. -80 വലുതാണ് -60, -60 വലുതാണ് -20. അപ്പോൾ A3 ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൽ ആദ്യം എന്ത് ചെയ്യുന്നു, മൂന്നാമത്തേതിൽ മാക്സി മിന്നാണ്. മാക്സി മിൻ എന്ന് വെച്ചാൽ ആദ്യം എല്ലാത്തിൻ്റെയും മിനിമം എടുക്കുന്നു, അതിൻ്റെ മാക്സിമം എടുക്കുന്നു. ഇതിന് മുമ്പുള്ള എന്തായിരുന്നു, ആദ്യം എല്ലാത്തിൻ്റെയും മാക്സിമം എടുക്കുന്നു, പിന്നെ മിനിമം എടുക്കുന്നു. അതിൻ്റെ മുന്നത്തെ എന്തായിരുന്നു, ആദ്യം എല്ലാത്തിൻ്റെയും മാക്സിമം എടുക്കുന്നു, വീണ്ടും അതിൻ്റെയും മാക്സിമം എടുക്കുന്നു. ഓക്കെ, ആദ്യത്തേതിൽ പേ ഓഫ് ടേബിൾ ആണെങ്കിൽ രണ്ടാമത്തേതിൽ റിഗ്രറ്റ് ടേബിൾ ആണ്, മൂന്നാമത്തേതിൽ എന്താണ്, അത് പേ ഓഫ് ടേബിൾ തന്നെയാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതിന് വാൾഡിയൻ ക്രൈറ്റീരിയ എന്നും പറയും കേട്ടോ. മൂന്നാമത്തേതിന് വാൾഡിയൻ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ അത് നോക്കണേ. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഒന്ന് പറയൂ സാർ. പറഞ്ഞത് മൂന്നാമത്തത് നമ്മൾ നോക്കുക. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടേബിൾ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ടേബിള് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എന്താണ്, ആദ്യം A1 ഫുള്ള് നോക്കുക. A1 നോക്കിയിട്ട് ആദ്യം നോക്കേണ്ടത് എന്താണ്, മിനിമം വാല്യൂ ആണ്. അപ്പോൾ A1ൽ -80, -30, 30, 85 ഏറ്റവും ചെറിയത് മിനിമം വാല്യൂ എത്രയാണ്, A1ൽ -80 ഏറ്റവും മിനിമം വാല്യൂ. A2 നോക്കുക അടുത്തത്. A2ൽ എന്താ വരുന്നത്, A2ൽ ഏറ്റവും മിനിമം വാല്യൂ -60 ആണ് അല്ലേ, മൈനസ് ആണേ, -60. A3ൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്, -20 ആണ്. അപ്പോൾ A3ൽ ഏറ്റവും ചെറിയ വാല്യൂ ഇതിൽ മാക്സിമം എടുക്കുക, ഇതിൽ ഏറ്റവും വലുതെടുക്കുക. അപ്പോൾ ഇതിൽ -80 വലുതാണ് -60, -60 വലുതാണ് -20. അപ്പോൾ അതുകൊണ്ട് A3 ആണ് നമ്മളുടെ ഇവിടെ എടുക്കണത് ഓൾട്ടർനേറ്റീവ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ സാർ, ക്ലിയർ ആണ്. അതിൽ പിന്നെ ലാപ്ലാസ് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇപ്പോൾ ഇങ്ങനെ നോക്കി തന്നാൽ ഇപ്പോൾ A1 തന്നിട്ടുണ്ട്, A2 തന്നിട്ടുണ്ട്, A3 തന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് തരിക പേ ഓഫ് ടേബിളാണ്. നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു, ആദ്യം കണ്ടത് മാക്സ്, പിന്നെ കണ്ടത് മിനി മാക്സ്, പിന്നെ കണ്ടതാണ് മാക്സി മിൻ അല്ലേ, ABCD. പിന്നെ മൂന്നാമത്തേതായിരുന്നു മാക്സി മിൻ. നാലാമത്തതാണ് എന്ത്, ലാപ്ലാസ്,
ലാപ്ലാസ് ഇതിൽ പേ ഓഫ് ടേബിളാണ്, ഇതിൽ പേ ഓഫ് ടേബിൾ അല്ല, ഇതിൽ റിഗ്രറ്റ് ടേബിളാണ്, ഇതിൽ പേ ഓഫ് ടേബിളാണ്, ഇതിലും പേ ഓഫ് ടേബിൾ കേട്ടോ. ഇതൊക്കെ പ്രോഫിറ്റിൻ്റെ ടേബിളുകളാണ് തരിക. രണ്ടാമത്തേൽ മാത്രമാണ് ലോസിൻ്റെ ടേബിൾ തരിക. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പേ ഓഫ് ടേബിളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാപ്ലാസ് മെത്തേഡ്. ഇതിൽ നമ്മൾ ആദ്യം ഏറ്റവും വലുതെടുക്കും. ഇതിൽ ആദ്യം എന്താണ് വലുതെടുത്തിട്ട് ചെറുതെടുക്കും. ഇതിൽ ചെറുതെടുത്തിട്ട് അതിൻ്റെ വലുതെടുക്കും. ഇതിൽ വരുന്നത് ഇത് മൂന്നും കൂടെ നമ്മൾ ആദ്യം A1 മൊത്തം കൂട്ടുക. 20ൻ്റെ കൂടെ 25 കൂട്ടുക, 30 കൂട്ടുക. എത്ര സംഖ്യകളാണുള്ളത്? 1 2 3. ഈ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ ഇതും A2 12, അതിൻ്റെ കൂടെ 15 കൂട്ടുക, 20 കൂട്ടുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് 25 കൂട്ടുക, 30 കൂട്ടുക, 22 കൂട്ടുക, 3 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കിട്ടും സംഖ്യകൾ. അപ്പോൾ ഈ ഒരു 20ഉം 25ഉം 30ഉം കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് 25. ഇവിടെ നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 15.67. ഇവിടെ നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 25.67. ഇതിൽ ഏറ്റവും വലുതെടുക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. അതാണ് A3 ആണ് വരുന്നത്. അതാണ് ഒപ്റ്റിമൽ ആക്ട്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് A3 എന്നാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആയിരുന്നോ? ഓക്കെ. അപ്പോൾ പിന്നെ എന്താണ് ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളല്ലേ, ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ദ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാക്സിമാക്സ് ക്രൈറ്റീരിയ പേ ഓഫ് ടേബിൾ മിനിമാക്സ് അതിൻ്റെ റിഗ്രറ്റ് ടേബിൾ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ the research department of consumer product division has recommended to the marketing department to launch a soap with 3 different perfume. ഓക്കെ, 3 ഡിഫറെൻറ്റ് പെർഫ്യൂം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 3 ഓൾട്ടർനേറ്റീവാണ് ഉള്ളത്. ആ സോപ്പ് ഇതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയാണ്. അത് ചിലപ്പോൾ എന്താണ് ഒരു പെർഫ്യൂം ആയിരിക്കും, ചിലപ്പോൾ വല്ല മുല്ലപ്പൂവിൻ്റെയോ. അടുത്തത് എന്താണ് രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ്, ചിലപ്പോൾ റോസിൻ്റെയോ, ചിലപ്പോൾ വല്ല എന്താണ് സ്ട്രോബെറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പെർഫ്യൂം. അങ്ങനെ 3 തരം പെർഫ്യൂമുള്ള സോപ്പാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് 20,000 യൂണിറ്റ് അതൊരു ഓൾട്ടർനേറ്റീവാണ്. 20,000 സോപ്പ്, സോപ്പല്ലേ, സോപ്പ് തന്നെ. 20,000 സോപ്പ് ഇറക്കാം, 10,000 സോപ്പ് ഇറക്കാം, 2,000. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റീവ് 1 ആണ്, ഇത് ഓൾട്ടർനേറ്റീവ് 2 ആണ്, ഇത് ഓൾട്ടർനേറ്റീവ് 3 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പ് 20,000 ഇറക്കിയ എന്താണ് നമ്മളെ ഫസ്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫസ്റ്റ് പെർഫ്യൂം ഉള്ളതിന് 250 രൂപ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും, ചിലപ്പോൾ 60 കിട്ടും. രണ്ടാമത്തേതാണെങ്കിൽ ഇത് 40 കിട്ടും, ഇത് 60 കിട്ടും. ഇത് ആണെങ്കിൽ 15, 20, 25, ഇത് 10, 5, 3. നമ്മളോട് മാക്സിമാക്സ്, മിനിമാക്സ്, മാക്സിമിൻ, ലാപ്ലേസ് ഈ എല്ലാ ക്രൈറ്റീരിയയും വെച്ചിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മാക്സിമാക്സ് വരുന്ന നേരത്ത് ഇതിന് A1 ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, അല്ലേ, A1, ഇത് A2, ഇത് A3, ഇവിടെ S1, S2, S3 എന്ന് എഴുതുക. എന്നിട്ട് മേലെ എന്ത് ചെയ്തുക? പേ ഓഫ് ടേബിൾ എന്ന് എഴുതണം നമ്മൾ എക്സാമിന്. എന്നിട്ട് ഈ 250 എഴുതുക, ഈ പറഞ്ഞ 40 എഴുതുക, 60 എഴുതുക. ഇതുപോലെ ഒന്ന് വരയ്ക്കുകയും ചെയ്യട്ടോ. അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ സ്ട്രാറ്റജീസ്, ഇത് നമ്മളെന്താണ്, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഒന്ന് ചെറിയതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം ഉണ്ടാക്കുന്നതാണ്. പെർഫ്യൂം പല സ്ട്രാറ്റജീസാണ്, അല്ല, നമ്മൾ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞത് ടാക്ടിക്സും തന്ത്രവും നമ്മൾ എത്ര എണ്ണ ഇറക്കണമെന്നുള്ളതല്ലല്ലോ, പെർഫ്യൂമിന് എണ്ണാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജീസ്, ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ അതാണ് നമ്മൾ മുകളിൽ എഴുതേണ്ടത്. ഈ 1, ഈ 2, ഈ 3, ഇത് നമ്മൾ എണ്ണങ്ങളാണല്ലോ. ഇതാണ് നമ്മളെ സ്ട്രാറ്റജീസും. 20,000 എണ്ണ ഇറക്കണ ഒരു തന്ത്രം, 10,000 അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളതിന് ഇതേ മോഡലൊരു പേ ഓഫ് ടേബിൾ വരയ്ക്കാം. ഓക്കെ, ഇതേ മോഡലൊരു പേ ഓഫ് ടേബിൾ. അപ്പോൾ അത്
പെർഫ്യൂം, ഒന്നാമത്തെ പെർഫ്യൂം, രണ്ടാമത്തെ പെർഫ്യൂം, മൂന്നാമത്തെ പെർഫ്യൂം. അത് നമുക്ക് ഏത് പെർഫ്യൂം, മുല്ലയോ റോസോ വേറെ ഏതെങ്കിലും മാരിഗോൾഡ് അങ്ങനെ ഏതെങ്കിലും 3 പൂവുകളുടെ പെർഫ്യൂം ആവാം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജീസ്. അപ്പോൾ എണ്ണം, ലെവൽ ഓഫ് സെയിൽസ് താഴെ എഴുതുക. ഈ പെർഫ്യൂമിന് ടൈപ്പ് 1, 2, 3 എന്നുള്ളത് സൈഡിലായിട്ട് എഴുതുക. എന്നിട്ട് ഇതാണ് നമ്മുടെ A1, ഇതാണ് നമ്മുടെ A2, ഇതാണ് നമ്മുടെ A3. A1-ൽ നമ്മൾ ആദ്യം മാക്സ് എടുക്കുകയാണെങ്കിൽ A2-ൽ A3-ൽ A1-ൽ ഏറ്റവും വലുത് ഏതാണ്? അത് 250 ആണ്. A2-ൽ ഏറ്റവും വലുത് ഏതാണ്? അത് 40 ആണ്. A3-ൽ ഏറ്റവും വലുത് ഏതാണ്? 60 ആണ്. മാക്സ് പ്രകാരം എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലുത് ഏതാ? 250. അപ്പോൾ A1 ആണ് എന്ത്? അപ്പോൾ മാക്സ് ക്രൈറ്റീരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 250 ആണ് അല്ലേ? ടൈപ്പ് 1 എടുത്താൽ മതി. മാക്സ് എടുക്കുകയാണെങ്കിൽ ടൈപ്പ് 1-ൽ, ടൈപ്പ് 2, ടൈപ്പ് 3. അപ്പോൾ എന്താണ്? A1, A2, A3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അങ്ങനെ എഴുതിയാലും, അല്ലെങ്കിൽ ടൈപ്പ് 1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇതിൽ ടൈപ്പ് 1 250 ആണ് ഏറ്റവും വലുത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ അടുത്തത് നോക്കുന്നത് ഈ ഒരു മിനി മാക്സ് ആണ് അല്ലേ? രണ്ടാമത്തത് മിനി മാക്സ് ആണ്. മിനി മാക്സിന് പേ ഓഫ് ടേബിൾ പറ്റൂല, റിഗ്രറ്റ് ടേബിൾ ആണ് വേണ്ടത്. അപ്പോൾ റിഗ്രറ്റ് ടേബിൾ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുക? റിഗ്രറ്റ് ടേബിൾ നമ്മൾ എന്താണ്, ഈ ഒരു പേ ഓഫ് ടേബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് റിഗ്രറ്റ് ടേബിൾ തയ്യാറാക്കുക. റിഗ്രറ്റ് ടേബിൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ റോ കണക്കിന് എടുക്കുക. അപ്പോൾ റോ എടുത്തു കഴിഞ്ഞാൽ 250, 40, 60, ഇവിടെ 15, 20, 25, 10, 5, 3, അങ്ങനെ ഈ റോ കണക്കിന് നോക്കിയിട്ട് ഈ റോയിൽ ഏറ്റവും വലുത് 250, ഈ റോയിൽ ഏറ്റവും വലുത് 25, ഈ റോയിൽ ഏറ്റവും വലുത് 10. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണ് കാണുകയെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഏറ്റവും വലുത് 250 ആണല്ലോ. അപ്പോൾ 250 മൈനസ് 250 0 വരും. അതാണ് എവിടെ വന്നിരിക്കുന്നത്? ഇവിടെ റിഗ്രറ്റ് ടേബിൾ. മിനി മാക്സ് എടുക്കണമെങ്കിൽ റിഗ്രറ്റ് ടേബിളാണ് വേണ്ടത്. ഇവിടെ വന്നത് 250 മൈനസ് 40, അതാണ് എവിടെ വന്നത്? ഇവിടെ 210 വന്നത്. 250 മൈനസ് 60, അതെത്ര വരും? 190. അപ്പോൾ റിഗ്രറ്റ് ടേബിളിൽ 20,000 അല്ലേ? 20,000 ആണ്. ഇവിടെ നമ്പർ തെറ്റാ, അത് വന്ന്. ഇനി അടുത്ത താഴെ ഉള്ളത് 25 ആണ്. 25 മൈനസ് 15 10, അതാണ് ഇവിടെ വന്നത്. 25 മൈനസ് 20 5, അതാണ് ഇവിടെ വന്നത്. 25 മൈനസ് 25 അത് 0. ഇനി അടുത്തത് 10, 5, അതിൽ 10 വലുത്. 10 മൈനസ് 10 0. 10 മൈനസ് 5 5, 10 മൈനസ് 3 7. അങ്ങനെ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണം നമ്മൾ. ആ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ചെയ്യേണ്ട കാര്യം, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇതൊന്നും കൂടി ഒന്ന് പറയാം സാർ. ഇപ്പൊ ആഡ് ചെയ്തൊന്നും കൂടി പറയാം. അതൊന്നും മനസ്സിലായില്ല. 250 കിട്ടിയാലും മനസ്സിലായിന്. ഈ റിഗ്രറ്റ് ടേബിൾ ഫുള്ള് കിട്ടിയതാ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതാണല്ലോ. അപ്പോൾ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേ ഓഫ് ടേബിൾ എത്രയാണ് വരുന്നത്? ഈ പറഞ്ഞ 250, 40, 60, 15, 20, 25, 10, 5, 3. അത് അതേപടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് അതേപടി ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. ഇതാ ഇവിടെ കാണുന്നില്ലേ? ഇതാണ് ആ റിഗ്രറ്റ് ഇത് പേ ഓഫ് ടേബിൾ, സോറി. അതിൽ ഇത് നോക്കുക, ഇങ്ങനെ വരിങ്ങനെ നോക്കുക. നമ്മൾ നേരത്തെ ഈ പറയുന്ന മിനി മാക്സ് ഒക്കെ ക്രൈറ്റീരിയ നോക്കുമ്പോൾ അങ്ങനെ കോളാണ് നോക്കുക. ഇതിൽ കോളമല്ല നോക്കേണ്ടത്, നമ്മൾ എന്താണ് വരിങ്ങനെ നോക്കുക. ഈ ഇങ്ങനെ വരിങ്ങനെ നോക്കിയിട്ട് ഏറ്റവും വലുത് 250. 250 നിന്ന് എന്തെന്നെ മൈനസ് ചെയ്യുക? ഈ 250 മൈനസ് ചെയ്യുക. അതാണ് ആ 250. ആ അതിൽ ഏറ്റവും വലുതെടുക്കുക, ആ വരിയിൽ ഏറ്റവും വലുതെടുക്കുക. ആ വലുത് എടുത്തിട്ടാണ് ഓരോന്നൊന്നും മൈനസ് ചെയ്യുക. ആ വലുത് എടുക്കുമ്പോൾ എന്താണ്? അപ്പോൾ ആ വലുത് വരുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടെ 0 വരുള്ളൂ. ഇപ്പോൾ 250ൻ്റെ ഭാഗത്ത് എവിടെ എന്ത് വരും? 0 വരും. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? ആ വരിയിൽ ഏറ്റവും വലുത് 250 ആണ്. അപ്പോൾ 250 നിൽക്കുന്ന സ്പോട്ടിൽ എന്ത് വരും? 0 വരും. ക്ലിയർ അല്ലേ പറഞ്ഞത്? 250 നിൽക്കുന്ന സ്പോട്ടിൽ 0 വരും. പറഞ്ഞത് ക്ലിയർ ആണോ? ഹലോ?
ക്ലിയർ അല്ലേ? ഓക്കെ ക്ലിയർ ആ സർ. ആ അപ്പോൾ ക്ലിയർ ക്ലിയർ. 250 40 കുറച്ച് എത്ര കിട്ടും? 250 അവിടെ സെലക്ട് ചെയ്തത്. 210 കിട്ടും. 250 60 കുറച്ച് എത്ര കിട്ടും? 290 കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് പേ ഓഫ് ടേബിളിനെ റിഗ്രറ്റ് ടേബിളാക്കി മാറ്റുക. ആദ്യം ഇങ്ങനെ വരിങ്ങനുള്ളത് നോക്കുക. അപ്പോൾ പേ ഓഫ് ടേബിൾ നമ്മൾ എന്താണ് മേലെ നോക്കണം. പേ ഓഫ് ടേബിൾ എന്താണ് ഇതാണ്. അത് അതേപടി ഇവിടെ എഴുതി വെച്ചെന്നേ ഉള്ളൂ ഞാൻ. ഓക്കെ, അപ്പോൾ എന്താണ് അത് വരുമ്പോൾ എന്താണ് അത് നോക്കിയിട്ട് ഈ 250 ഈ വരിയിൽ ഏറ്റവും വലുത്. 250 കുറച്ചാ 0, 40 കുറച്ചാ 210, 60 കുറച്ചാ 190. ഇനി രണ്ടാമത്തെ വരി നോക്കുക, അതിൽ ഏറ്റവും വലുത് 25 അല്ലേ? രണ്ടാമത്തെ വരിയിൽ ഏറ്റവും വലുത് എന്താണ്? അത് 25. അപ്പോൾ 25 എത്രയാണ്? 15 കുറച്ചാൽ 10, 20 കുറച്ചാൽ 5, 25 തന്നെ കുറച്ചാൽ 0. ഇനി ഇവിടെ ഈ ലാസ്റ്റ് വരിയിൽ ഏറ്റവും വലുത് 10. 10 10 കുറച്ചാൽ 0, 10 5 കുറച്ചാൽ 5, 10 3 കുറച്ചാൽ 7. പറഞ്ഞത് ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഹലോ, ഒന്നും കൂടി ഒന്ന്. അതായത് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണല്ലോ നമ്മളെ റിഗ്രറ്റ് പേ ഓഫ് ടേബിൾ. നമുക്ക് ആദ്യം മറ്റേ മിനി മാക്സ്, അതായത് മാക്സ് കാണുന്ന നേരത്ത് ഇത് എന്താണ് നമ്മൾ ഇങ്ങനെ വരിങ്ങനെ എഴുതിയിട്ട് ഈ പറയുന്നത് എന്താണ് പേ ഓഫ് ടേബിളാക്കി മാറ്റിയിട്ട് കണ്ടാൽ മതി. മിനി മാക്സ് ആകുമ്പോൾ നമുക്ക് എന്ത് ടേബിൾ വേണം? റിഗ്രറ്റ് ടേബിൾ വേണം. പേ ഓഫ് ടേബിളിന് റിഗ്രറ്റ് ടേബിൾ ആക്കുന്ന പണിയാണ് പറഞ്ഞത്. പേ ഓഫ് ടേബിളിന് റിഗ്രറ്റ് ടേബിൾ ആക്കണമെങ്കിൽ ഈ എന്താണ് വരികൾ ഇങ്ങനെ റോ ആയിട്ട് നോക്കുക. റോ ആയിട്ട് നോക്കിയിട്ട് ഏറ്റവും വലുതെടുക്കുക. 250 അല്ലേ? 250 എന്ത് കുറയ്ക്കുക? 250 കുറച്ചാൽ ആദ്യം കിട്ടുക 0. 250 40 കുറച്ചാൽ എത്ര കിട്ടും? 210. 250 60 കുറച്ചാൽ എത്ര കിട്ടും? 190. ഇനി രണ്ടാമത്തെ വരി നോക്കുക, അതിൽ ഏറ്റവും വലുത് ഏതാ? 25. 25 15 കുറച്ചാൽ എത്ര കിട്ടും? 10. 25 20 കുറച്ചാൽ എത്ര കിട്ടും? 5. 25 25 കുറച്ചാൽ എത്ര കിട്ടും? 0. ഇനി മൂന്നാമത്തെ വരി റോയിൽ ഏറ്റവും വലുത് ഏതാ? 10. 10 10 കുറച്ചാൽ എത്ര കിട്ടും? 0. 10 5 കുറച്ചാൽ എത്ര കിട്ടും? 5. 10 3 കുറച്ചാൽ എത്ര കിട്ടും? 7. ഇതേ സാധനമാണ് എവിടെ വന്നിരിക്കുന്നത്? ഈ ഒരു റിഗ്രറ്റ് ടേബിളിൽ വന്നത്. കണ്ടല്ലേ? മനസ്സിലായി. അതിൽ നമ്മൾ എന്താണ് ഇനി മിനി മാക്സ് ക്രൈറ്റീരിയ എടുക്കണം അല്ലേ? മിനി മാക്സ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ഇത് നോക്കുക. ഇനി ഈ ഓൾട്ടർനേറ്റീവുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവ്, രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ്, മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ്. ഇതിലേറ്റവും വലുത് ഏതാ? 10 അല്ലേ? അപ്പോൾ ഓൾട്ടർനേറ്റീവ് 1ന്റെ 10. ഇതിലേറ്റവും വലുത് ഏതാ? 210. ഇതിലേറ്റവും വലുത് 210. ഇതിലേറ്റവും വലുത് ഏതാ? 190 അല്ലേ? ഈ എല്ലാം എടുത്തിരുന്നാണ് അതിൽ ഏറ്റവും ചെറുതെടുക്കുക. അതാണ് മിനി മാക്സ്. ആദ്യം മാക്സിമം എടുക്കുക, പിന്നെ മിനിമം എടുക്കുക. ആദ്യം മാക്സിമം എടുക്കുക, പിന്നെ മിനിമം എടുക്കുക. അത് എന്ത്? ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ഇവിടെ പേ ഓഫ് ടേബിളിന് എന്താക്കണം? റിഗ്രറ്റ് ടേബിൾ ആക്കണം. റിഗ്രറ്റ് ടേബിൾ ആക്കിയിട്ട് എന്ത് വേണം? മിനി മാക്സ് ക്രൈറ്റീരിയ വെച്ചിട്ട് ചെയ്യാൻ വേണം. പറഞ്ഞത് ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് എന്ത്? മാക്സി മിൻ ക്രൈറ്റീരിയ. അപ്പോൾ മാക്സി മിൻ ക്രൈറ്റീരിയക്ക് റിഗ്രറ്റ് ടേബിൾ അല്ല വേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതാണ് പേ ഓഫ് ടേബിൾ ആണ് വേണ്ടത്. ഇത് അതേപടി എന്താണ് ഇവിടെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എക്സാമിന് എഴുതുന്നതിനകത്ത് ഒരു പേ ഓഫ് ടേബിളും ഒരു റിഗ്രറ്റ് ടേബിളും എഴുതി വെച്ചാൽ മതി. അല്ലാണ്ട് എല്ലാ ക്രൈറ്റീരിയക്ക് ഓരോന്നും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകും. അപ്പോൾ അത് വെച്ചിരുന്നാണ് ആദ്യം മാക്സിമം. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഇതിൽ മാക്സിമിന്നിന് ഇതന്നെ നോക്കുക. കാര്യം അതിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല ടെക്സ്റ്റിൽ. അപ്പോൾ മാക്സിമിന്ന് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ ആണ് മൂന്നാമത്തെ ആദ്യം മാക്സ് കഴിഞ്ഞ് മിനി മാക്സ് കഴിഞ്ഞ് ഇനി മാക്സിമിന്നാണ്. അപ്പോൾ മാക്സിമിൻ എടുക്കണ നേരത്ത് നമ്മൾ എന്തെടുക്കുക? പേ ഓഫ് ടേബിൾ നോക്കുക. പേ ഓഫ് ടേബിളിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ പറയുന്ന ഇതെടുക്കുക. ഇതിലേറ്റവും ചെറുത് ഏതാ? 10. ഒന്നാമത്തെ ഇതാണ് ഓൾട്ടർനേറ്റീവിൽ 10 ഏറ്റവും ചെറുത്. രണ്ടാമത്തേത് എടുക്കുക. രണ്ടാമത്തേൽ ഏറ്റവും ചെറുത് എടുക്കുക 5. മൂന്നാമത്തേത് എടുക്കുക. മൂന്നാമത്തേൽ ഏറ്റവും ചെറുത് 3 അല്ലേ? ഈ 250 15 10 ഏറ്റവും ചെറുത് 10. ഈ 40 20 5 ഏറ്റവും ചെറുത് 5. ഈ 60 3 25 ഏറ്റവും ചെറുത് 3. ഇതിൽ എന്തെടുക്കുക? മാക്സിമിൻ അല്ലേ? ഇതിലേറ്റവും മാക്സിമം എടുക്കുക. അതിൽ 10. അതാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? 10. ഇങ്ങനെ ആദ്യം കാണിച്ചിട്ട് കാര്യം ഡയറക്റ്റായിട്ട് കാണിക്കുകയാണ്. ഓക്കെ, അത് ഇനിയും പറയണോ?
അത് ഇനിയും പറയണോ? അത് ക്ലിയർ ക്ലിയർ ആയി. ആയി, അത് ക്ലിയർ ആയി. ആ വേണ്ട, അത് ഇനിയിപ്പോൾ ക്ലിയർ എന്താണ് ആയി, ക്ലിയർ ആയി. ലാപ്ലേസ് ആണ്. ലാപ്ലേസ് വളരെ എളുപ്പമാണ്. ലാപ്ലേസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന എന്തെടുക്കുക, നമ്മുടെ പേ ഓഫ് ടേബിൾ എടുക്കുക. പേ ഓഫ് ടേബിൾ എടുത്തിട്ട് എന്താണ് ഇത് മൂന്നും കൂട്ടുക. ഇത് മൂന്നും, അതായത് 250ൻ്റെ കൂടെ 15 കൂട്ടുക, 10 കൂട്ടുക, എത്ര സംഖ്യ ഉണ്ട്? 1 2 3 അല്ലേ? 3 കൊണ്ട് അതിൻ്റെ ആവറേജ് കാണുക. ഇത് മൂന്നും കൂട്ടുക, ഇതിൻ്റെ ആവറേജ് കാണുക. മൂന്നും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് മൂന്നും കൂട്ടുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിലറ്റ് വലുതെടുക്കുക എന്നുള്ളതാണ് ലാപ്ലേസ്. അപ്പോൾ ലാപ്ലേസിൽ കണ്ടോ, ഇതിങ്ങനെ കൂട്ടി ടോട്ടൽ 275, ഇത് മൂന്നും കൂട്ടി 65, ഇത് മൂന്നും കൂട്ടി 88. ഓരോന്നിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൻ്റെ ആവറേജ് 91.67, 21.67, 29.30. ഏറ്റവും വലുതേതാ? അപ്പോൾ ടൈപ്പ് 1 ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യുന്നത്. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ സാർ, ഇതാണ് ക്ലിയർ ആണ്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ. എത്ര ക്രൈറ്റീരിയ ഉള്ളത്? 4 ക്രൈറ്റീരിയ ഉള്ളത്. 4 വളരെ സിമ്പിളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. മാക്സ്, മിനി മാക്സ്, മാക്സിമിൻ, ലാപ്ലേസ് ക്രൈറ്റീരിയ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്കിൽ വരുന്നതാണ് എന്ത്? അതായത് നമുക്കൊരു റിസ്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിൽ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ EMV എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു എന്താണ് ഇക്വേഷനാണിത്. x1 ഇൻറ്റു P1, x2 ഇൻറ്റു P2 അങ്ങനെ തരിക ചെയ്യുക. ഈ P1ഉം P2 ഒക്കെ പ്രോബിലിറ്റീസ് ആണ്. x1ഉം x2 ഒക്കെ പേ ഓഫുകളാണ്, നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റുകളാണ്. അത് എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അപ്പോൾ EMV കാണാൻ പറയുന്നതിൽ ഇപ്പോൾ 2 ഓൾട്ടർനേറ്റീവ് കൊടുത്തിട്ടുണ്ട്, 2 സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ട്രാറ്റജി 1ഉം ഓൾട്ടർനേറ്റീവ് 1ഉം 30, സ്ട്രാറ്റജി 2ഉം ഓൾട്ടർനേറ്റീവ് 1ഉം 35, ഇത് 20, 30. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയാണ് ലെറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് സ്ട്രാറ്റജി 1 ആൻഡ് 2, അതായത് ഈ സ്ട്രാറ്റജി 1ൻ്റെയും ഈ സ്ട്രാറ്റജി 2ൻ്റെയും പ്രോബിലിറ്റീസ് എത്രയാണ് കൊടുത്തതെന്ന് വെച്ചാൽ 0.6ഉം 0.4. സ്ട്രാറ്റജി 1ൻ്റെത് 0.6, ഇതിൻ്റെത് 0.4. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ എന്താണ്? നമ്മൾ EMV കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ A1ൻ്റെ EMV കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, A2ൻ്റെ EMV കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്താണ്? A1ൻ്റെത് എന്താണ്? 30, 35 ആണ്. അപ്പോൾ എന്താണ്? ഇതൊന്നും കൂടി ഒന്നും പറയൂ കൂടി സാർ, പറയട്ടെ. ഇതൊന്നും കൂടി പറയൂ. ഓ ഇതൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. കാര്യം ഇതിൽ നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ കണ്ടത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി ആണ്. ഓക്കെ, ഇവിടെ കാണുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റിയിൽ നമ്മൾ കണ്ടത് കട്ടായോ? കാണുന്നില്ലേ? ഹലോ, കാണുന്നില്ലേ? സ്ക്രീന് കാണുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ക്ലിയർ ആണ്. അത് കുറച്ച് ഇത് വലുതാക്കണം അന്നേരം. അതാണ്, വേറെ നല്ല കാണും, കുറച്ച് ഇതാക്കണം. അതുകൊണ്ട് വെച്ചാൽ അന്നേരം മൈക്കോ ഇതായിപ്പോയി, മൈക്ക് കംപ്ലൈന്റ് വന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് സാറ് പറയുന്നത് കേൾക്കുന്നത്, പക്ഷെ എനിക്ക് മൈക്കോ ആയിക്കോട്ടെ. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആണ് ഇനി നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കണ്ടത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ എന്താണ് അൺസർട്ടനിറ്റി ആയിരുന്നു. അതിൽ നമ്മൾ ലാപ്ലേസ്, മിനിമാക്സ് ഒക്കെ കണ്ടു. ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആണ്. എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താണ് ഓരോ ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേ ഓഫ് എടുക്കുക, ഇൻറ്റു എന്ത് ചെയ്യുക? പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവിൽ പല സ്ട്രാറ്റജീസ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? പേ. അപ്പോൾ അതിന് നമ്മൾ x1, x2 എന്നൊക്കെയാണ് പേ ഓഫിന് പേര് കൊടുക്കുക. പ്രോബിലിറ്റിക്ക് P1, P2. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കണക്കുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇത് 2 ഓൾട്ടർനേറ്റീവ് ആണ്, ഇത് 2 സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജീൻ്റെ പ്രോബിലിറ്റി എത്രയാണെന്ന് വെച്ചാൽ 0.6 ആണ്. അത് ക്വസ്റ്റ്യനിൽ ഇത് അവിടെ പറയുന്നുണ്ട്, 0.6 ആണ്. ഓക്കെ, കണ്ടല്ലോ, ഇവിടെ പറയുന്നുണ്ട് പ്രോബിലിറ്റി 0.6ഉം 0.4ഉം.
ഇതിൻ്റെ രണ്ടാമത്തേൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 0.4. അപ്പോൾ അതിൻ്റെ ഇ എം വി കാണാനാണ് ചോദ്യം ചോദിക്കുക. ഇ എം വി കാണാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇ എം വി കാണണം, ഇതിൻ്റെ ഇ എം വി കാണണം. ഇതിൻ്റെ ആദ്യത്തെ പേ ഓഫ് 30 രണ്ടാമത്തെ പേ ഓഫ്. അപ്പോൾ പേ ഓഫിന് x1 എന്നും x2 എന്നുമാണ് പറയാം. ഇതിൻ്റെ x1 30 35, ഇതിൻ്റെ x1 20, x2 30. ഇതിൻ്റെ P1 0.6 പോയിന്റ്. അപ്പോൾ ആദ്യം എന്താണ് A1ൻ്റെ ഇ എം വി എങ്ങനെ കാണും? 30 ഇൻറ്റു 30 നേരെ വരുന്ന പ്രോബിലിറ്റി എത്രയാ? 0.6 പ്ലസ് എന്താണ് 35 പ്ലസ് ഇൻറ്റു എത്രയാണ് അതിൻ്റെ പ്രോബിലിറ്റി? 0.4. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആണോ? പറഞ്ഞത് ഒന്നും കൂടി പറയൂ സാർ. അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ഉണ്ട്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഇവൻറ്റുകളാണ്, ഇവൻ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ 2 ഇവൻറ്റുകളിൽ ഒന്ന് S1 ഒന്ന് S2 ആണ്. S1 S2 നമുക്ക് കാണേണ്ടത് EMV ആണ്, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ എന്ന് വെച്ചാൽ ഇങ്ങനെ പോകും. അതായത് x1 ഇൻറ്റു P1 കൂട്ടണം x2 ഇൻറ്റു P2 അങ്ങനെ പോകും. അപ്പോൾ x1 x2 എന്നൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കാണിക്കുന്ന പേ ഓഫുകളാണ്. അതായത് ഇപ്പോൾ A1 താഴെ കാണിക്കുന്ന പേ ഓഫ് A2, അങ്ങനെ ഓരോ ഓൾട്ടർനേറ്റീവാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് ക്വസ്റ്റ്യനിൽ ഇത് അവിടെ പറയുന്നുണ്ട്, ഈ പറയുന്ന കണ്ടോ ഇവിടെ ലെറ്റ് ദ പ്രോബിലിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ, അതായത് S1ൻ്റെയും S2ൻ്റെയും പ്രോബിലിറ്റി 0.6 0.4 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ S1ൻ്റെത് 0.6 ആണ്, S2ൻ്റെത് 0.4. ക്വസ്റ്റ്യൻ തരുന്നുണ്ടല്ലേ? 0.6 0.4 ക്വസ്റ്റ്യൻ തരുന്നുണ്ടല്ലേ? അതാണ് കൺഫ്യൂഷൻ. നമുക്ക് മനസ്സിലായില്ല സാർ, അതാ വെച്ച്. അപ്പോൾ A1ൻ്റെ ഇ എം വി എങ്ങനെ കാണും? A1ൻ്റെ ആദ്യത്തെ പേ ഓഫ് എത്രയാ? x1 30 ആണ്. 30ൻ്റെ കൂടെ ഈ പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക 0.6 പ്ലസ് അടുത്ത x2 എത്രയാണ്? 35. P2 എത്രയാണ്? 35ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? 0.4. അങ്ങനെ എന്താണ് ചെയ്യുക? അത് ആണല്ലോ ഇവിടെ കൊടുത്തത്. ഇ എം വി ഫോർ A1 അത് എത്രയാണ്? 30 ഇൻറ്റു 0.6 പ്ലസ് 35 ഇൻറ്റു 0.4, 18 പ്ലസ് 14 32. ഇ എം വി ഫോർ A2 എത്രയാണ്? 20 ഇൻറ്റു 0.6 പ്ലസ് 20 ഇൻറ്റു 0.6 എങ്ങനെ കിട്ടി? ഇതാണ് A2ൻ്റെത് ആദ്യത്തെ x1 എത്രയാണ്? 20 ഇൻറ്റു 0.6. പാൻറ് കിട്ടിയ മനസ്സിലായി സാറേ, പാൻറ് കിട്ടിയ മനസ്സിലായി. ഈ മറ്റേത് ഇപ്പോഴത്തെ എങ്ങനെയാണ്? 20 ഇൻറ്റു 20 കാണല്ലേ? ഇതാ ഈ 20 ഇൻറ്റു 0.6 30 ഇൻറ്റു 0.4. അങ്ങനെ നോക്കിയിട്ട് ഏറ്റവും വലുത് സെലക്ട് ചെയ്യുക, അതിൽ ഏറ്റവും വലുത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ A1 ആണ് ഗ്രേറ്റർ, അതുകൊണ്ട് ആ സ്ട്രാറ്റജി എടുക്കുക. അത് പറഞ്ഞത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. EMV എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്കിൽ ഒരു ക്രൈറ്റീരിയ ആണ്. നമ്മൾ മറ്റേ മിനിമാക്സ് അൺസർട്ടനിറ്റീൻ്റെ ക്രൈറ്റീരിയ നോക്കിയല്ലോ, ഇത് എന്താണ്? റിസ്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ക്രൈറ്റീരിയ ആണിത്. ഇനി അടുത്ത എന്താണ്? എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ആണ്, EOL എന്ന് പറയും. അതിപ്പോൾ ലോസ് ടേബിൾ തരികയാണെങ്കിൽ എന്താണ്? നമ്മളത് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം സെലക്ട് ചെയ്യുക. ഇപ്പോൾ എന്താണ്? നമ്മളിപ്പോൾ പേ ഓഫ് ടേബിൾ തരികയാണെങ്കിൽ EMV കാണുക. പേ ഓഫ് ടേബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റുകൾ തരുന്ന ടേബിളാണ് പേ ഓഫ് ടേബിൾ. ലോസ് ടേബിൾ എന്നാണ്, അല്ലെ റിഗ്രറ്റ് ടേബിൾ എന്നാണ് നമുക്ക് വരാവുന്ന നഷ്ടങ്ങൾ, അല്ലെ ഓപ്പർച്യൂണിറ്റി ലോസിൻ്റെ ടേബിളാണ്. അപ്പോൾ അത് നോക്കണം നേരം എന്താ ചെയ്യേണ്ടത്? ഈ x1 P1 തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് 2 സ്റ്റേറ്റ് 0.6 0.4 ആണ്. ഇതിൻ്റെത് 0.6, ഇതിൻ്റെത് 0.4. അപ്പോൾ ഇത് ലോസ് ടേബിളാണ്, ഇത് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ആട്ടോ, അത് വായിച്ചു നോക്കണം. അപ്പോൾ ഇവിടെ EOL ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ലോസ് ടേബിൾ. മറ്റേത് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആണ് പേ ഓഫ് ടേബിൾ ആണെങ്കിൽ. ഇവിടെ EOL ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? ഇതാണല്ലോ ഇവിടുത്തെ ആദ്യത്തെ x1, അതായത് നമ്മുടെ ഈ ലോസ്, അത് 0 ഇൻറ്റു ഇതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 0.6 കണ്ടോ? 0 ഇൻറ്റു 0.6 പ്ലസ് എന്ത് ചെയ്യുക? 2 ഇൻറ്റു 0.4, 2 ഇൻറ്റു 0. അപ്പോൾ അതേ ഉണ്ടാവുള്ളൂ, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പോൾ എന്താണ്? ഇവിടെ 0.8 വരും, അല്ല 2 ഇൻറ്റു 0.4 വരുള്ളൂ. ഇവിടെ എന്താണ്? 10 ഇൻറ്റു 0.6, 10 ഇൻറ്റു 0.6 A2ൻ്റെത്. ഇതെന്താണ്? -5 ഇൻറ്റു 0.4. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? ഇവിടെ 0.8 ആണ് A1ൻ്റെ EOL, 4 ആണ് A2ൻ്റെ EOL. അപ്പോൾ EMV എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്തത് വലുതാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ EOL ഏറ്റവും ചെറുത്, അതായത് 0.8 ആണ്. A1 ആണ് ലീസ്റ്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്.
പറഞ്ഞത് ക്ലിയർ അല്ലേ? ഒന്നുകൂടി കൂടി പറയാം. പറയൂ അതായത് സാർ, ഇതൊന്നും കൂടി ആദ്യം പറയും. പറഞ്ഞത് EMV ആണ്. EMV പേ ഓഫ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. EMV എന്താണ്? അത് പേ ഓഫ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് EMV. ഇതെന്താണ്? EOL ആണ്. EMV ക്ലിയർ ക്ലിയർ അല്ലേ? ആയി. അപ്പൊ EOL എന്ന് വെച്ചാൽ റിഗ്രറ്റ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. EMV അല്ലേ സാർ? EMV എന്ന് അല്ലേ? വെച്ചാൽ പേ EMV ഓഫ് അല്ലേ? ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് EMV. അത് മനസ്സിലായി. EOL മനസ്സിലായി. റിഗ്രറ്റ് അല്ല, ടേബിളാണ്, മനസ്സിലായി. നഷ്ടങ്ങളുടെ ടേബിളാണത്. ആ നഷ്ടങ്ങൾ വരുന്ന നേരത്ത് EMV പോലെ ഓക്കെ തന്നെ ഓക്കെ. ചെയ്യാം. എന്ത് ചെയ്യുക, ഇവിടെ 0.6 ഇവിടെ കൊടുത്ത പ്രോബിലിറ്റി, 0.4 ഇവിടെ കൊടുത്ത പ്രോബിലിറ്റി, അത് S1ൻ്റെയും S2ൻ്റെയും പ്രോബിലിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ. അതെന്താണ് 0.6ഉം 0.4ഉം കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഓരോ പേ ഓഫുകളായിട്ട്, അതായത് ലോസുകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 ഇൻറ്റു 0.6 പ്ലസ് എന്താണ് 2 ഇൻറ്റു 0.4, അപ്പോൾ അത് 0.8 കിട്ടുന്നത്. പിന്നെ 10 ഇൻറ്റു 0.6, പിന്നെ എന്താണ് അത് -5 ഇൻറ്റു 0.4, അങ്ങനെ 6 - 2 ഇവിടെ 4ഉം കിട്ടി. അങ്ങനെ ഇതിൽ ഏറ്റവും ചെറുതാണ്, അതായത് ലോസ് ടേബിൾ കൊടുക്കുമ്പോൾ EOL ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കണ നേരത്തെ ഏറ്റവും ചെറുതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ അത് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മുടെ ഈ ഒരു ചോദ്യം വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ചോദ്യം കണ്ടല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പല സ്റ്റേറ്റ് ഓഫ് നേച്ചർ കൊടുത്തിട്ടുണ്ട്, ആക്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് എഴുതേണ്ടത്. A1, A2, A3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രോബിലിറ്റി കണ്ട സൈഡ് കൊടുത്തത് 0.1, 0.7, 0.2. പ്രോബിലിറ്റി എവിടെ എഴുതുക? 0.1, 0.7, അതെ 0.2. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് നമ്മൾ കണ്ടോ 25 ഇൻറ്റു 0.1 ഇവിടെ എഴുതി, 400 ഇൻറ്റു 0.7 ഇവിടെ എഴുതി, 650 ഇൻറ്റു 0.2 അത് ഇവിടെ എഴുതി, എല്ലാം കൂടി കൂട്ടുക. ഇത് EMV കാൽക്കുലേറ്റ് ചെയ്യലാണ്. പിന്നെ എന്താണ് -10 ഇൻറ്റു 0.1, 440 ഇൻറ്റു 0.7, 740 ഇൻറ്റു 0.2 ടോട്ടൽ ചെയ്യുക. -125 ഇൻറ്റു 0.1, 400 ഇൻറ്റു 0.7, 750 ഇൻറ്റു 0.2. അങ്ങനെ നോക്കിയിട്ട് ഏറ്റവും വലുത് ഇവിടെ നോക്കണത്. ഏറ്റവും വലുത് എന്താണ്? ഇതാണ് ഏറ്റവും വലുത്, ആക്ട് 2. പറഞ്ഞത് ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയൂ സാർ, ഇതൊന്നും കൂടി. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 3 ആക്റ്റുകൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആക്ട് അങ്ങോട്ട് എന്താണ് നമ്മൾ എഴുതുക, നേരത്തെ കൊടുത്താൽ. അപ്പോൾ ഇവിടെ ഈ പ്രോബബിലിറ്റീസ് 0.1, 0.7, 0.2 അത് ഓരോന്നിനും നേരെ അങ്ങനെ എഴുതുക. ഇതിന് 25 നേരം എന്ത് ചെയ്യുക? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, 25 നേരെ എന്താണ് 0.1 എന്ന് എഴുതുക. പിന്നെ 25 ഇൻറ്റു 0.1, 400 ഇൻറ്റു 0.7, 650 ഇൻറ്റു 0.2 അങ്ങനെ ഓരോന്ന് എഴുതുക. എന്നിട്ട് അത് ആഡ് ചെയ്യുക. ഇവിടെ -10, 440, 740. അപ്പം -10 ഇൻറ്റു 0.1, 440 ഇൻറ്റു 0.7, 740 ഇൻറ്റു 0.2 എഴുതിയിട്ട് ആഡ് ചെയ്യുക. -120 ഇൻറ്റു 0.1, 400 ഇൻറ്റു 0.7, 750 ഇൻറ്റു അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക. അതിൽ ഏറ്റവും വലുത് സെലക്ട് ചെയ്യുക. അതാണ് എന്ത് വരുന്നത്? EMV വരുന്നത്. പറഞ്ഞത് ക്ലിയർ അല്ലേ? പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞോ? ഹലോ, ഒന്നും കൂടെ പറയണോ? ഹലോ, ഒന്നും കൂടെ പറയണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ബാക്കി ക്ലാസ് നമുക്ക് എന്താണ് നെക്സ്റ്റ് സെഷനിൽ ഇനി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.